എൻ പ്രിയൻ ഓ നല്ലവൻ, എൻ പ്രിയൻ ഓ നല്ലവൻ, ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില. വീണ്ടെടുത്തു എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തു എന്നെ തൻ ചോര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. റോമാലേഖനം 14-ാം അധ്യായം 3-ാമത് വാക്യം. ആ വാക്യത്തിൽ നമ്മെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു പ്രസ്താവന, തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത് എന്നുള്ളതായ വാക്കുകളാണ്. ഒരു കൂട്ടം ആളുകൾ ജീവിതത്തിൽ ഒന്നും തിന്നുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചില ആഹാര സാധനങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഭക്ഷിച്ചുകൂടാ എന്നുള്ളതായ ഒരു ചിന്തയും വിശ്വാസവും നിലനിർത്തി മുൻപോട്ട് പോകുന്നവരാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, പ്രവാസത്തിലേക്ക് കടന്നുപോയ എബ്രായ ബാലന്മാരായ ചന്ദ്രക്കും മേശക്കും അബേദ്രകവും രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാർക്കുന്നതായ സന്ദർഭത്തിൽ രാജാവ് കഴിക്കുന്നതായ ഭോജനങ്ങൾ അവർക്കും കഴിക്കാമെന്നിരിക്കെ അവരുടെ വിശ്വാസ പ്രമാണം അത് ഭക്ഷിക്കുവാനായിട്ട് പാടുള്ളതല്ലെന്നും അത് നമുക്ക് യോഗ്യമല്ലെന്നും അവർ കരുതിയിട്ട് അവരാ ഭക്ഷണത്തോട് പൂർണ്ണമായി അകന്നു നിൽക്കുവാനിടയായി തീർന്നു എന്നുള്ളതാണ്. അത് പഴയ നിയമത്തിൻ്റെ ചിന്തയാണെന്നും പുതിയ നിയമത്തിൽ സ്തോത്രത്തോടുകൂടി എന്തും ഭക്ഷിക്കാമെന്നും പറയപ്പെടുന്നതായ വാക്കുകൾ നിലനിൽക്കെ കൊലോസ്യ ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്താവന 2-ാം അധ്യായം 16-ാം വാക്യത്തിലുണ്ട്. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് എന്ന് പറയുമ്പോൾ, നിങ്ങൾ കയ്യിൽ കിട്ടുന്നതൊക്കെയും തിന്നുവാൻ പാടുള്ളവരല്ലെന്നും നിങ്ങൾക്ക് ഒരു പ്രമാണമുള്ളവരാണെന്നും നിങ്ങൾ എല്ലാ ദിവസങ്ങളെയും കാലങ്ങളെയും ആചരിക്കുവാൻ പാടുള്ളവരല്ലെന്നും നിങ്ങൾക്കൊരു പ്രമാണമുള്ളവരാണെന്നും ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു പറ്റം ആളുകൾ വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ മുറുകെ പിടിച്ച് ഭക്ഷണം സംബന്ധിച്ച്, പാനീയം സംബന്ധിച്ച്, പെരുന്നാൾ സംബന്ധിച്ച്, വാവ് സംബന്ധിച്ച്, ശബത്ത് സംബന്ധിച്ചൊക്കെ അവരുടെ പ്രമാണത്തിൽ നിലനിൽക്കുവാനായിട്ട് അവർ പരിശ്രമിക്കുമ്പോൾ, മറ്റ് ചില ആളുകൾ അവരെ ധിക്കരിക്കുകയും അവരെ അപമാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇതൊന്നും ഈ നൂറ്റാണ്ടിൽ യോഗ്യമല്ലെന്നും ഏത് തലത്തിലും നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മുൻപോട്ട് പോകുന്നവരായിട്ടുണ്ടെന്നും ഈ വചനങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രമാണമുള്ളവരാണെന്നും ആ പ്രമാണത്തിൽ നിലനിൽക്കണമെന്നും അതാണ് ദൈവത്തിൻ്റെ നീതിയെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ ധിക്കരിക്കുന്ന ആളുകളെ ഓർമ്മപ്പെടുത്തുന്നതും ഒരു ന്യായവിധിയുടെ ദിവസത്തിൽ നിങ്ങൾ സകലത്തെയും കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ദിവസമുണ്ടാകുമെന്നോർത്ത് നിങ്ങൾ തിന്നുന്നവനെ ധിക്കരിക്കുകയല്ല, തിന്നാത്തവനെ ധിക്കരിക്കുകയുമല്ല,
പ്രമാണത്തിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ ഉത്സാഹിക്കുക. അത് ദൈവത്തിന് പ്രസാദകരമായി തീരുമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിതം മുൻപോട്ട് കഴിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, തിന്നുന്നവനോ തിന്നാത്തവനോ എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിലനിൽക്കുന്നവരും മറ്റുള്ളവരെ ധിക്കരിക്കുന്നവരുമായി തീരാതെ ഞങ്ങളുടെ ജീവിതകാലം ഞങ്ങൾക്ക് മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദൈവവചന ചിന്ത കേട്ട് ആരും മറ്റുള്ളവരെ ധിക്കരിക്കുന്നവരായി തീരാൻ നിലനിൽപ്പാനിടയാകണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.